ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ബിജെപി സ്ഥാനാർത്ഥി ആശാനാഥ് പ്രതികരിക്കുന്നു. വലിയ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ബിജെപിക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ട് പോലും NDA നടത്തുന്ന മുന്നേറ്റമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അത് LDFന് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചുവരവും മൂന്നാമതൊരു വരവും നിയമസഭയിൽ നടത്തും എന്ന് പറയുന്ന LDFന് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂറായി വോട്ടെണ്ണുമ്പോൾ പലയിടത്തും നിന്നും വരുന്ന അട്ടിമറി മുന്നേറ്റങ്ങൾ, അട്ടിമറി തിരിച്ചുവരവുകൾ ലതിക സുഭാഷ് തോറ്റു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒരിക്കലും അപ്രതീക്ഷിത വിജയമല്ല. ഞങ്ങൾ വിചാരിച്ചിരുന്ന പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. കൊച്ചി നഗരം എന്ന് പറയുന്നത് UDFന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ഈ ട്രെൻഡിന്റെ ലക്ഷ്യം. വലിയ വികസന പദ്ധതികളുടെ ഒരു അവകാശ നേട്ടവുമായാണ് ഇടതുമുന്നണി സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രതീക്ഷകൾ അവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്, അതിനെല്ലാം മറികടന്നാണോ ജനം ചിന്തിക്കുന്നത്? അതൊരു അവകാശവാദം മാത്രമായിരുന്നു. ജനങ്ങൾ മനസ്സിലാക്കി എന്താണ് നഗരത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ 5 വർഷം എന്നുള്ളത്. ഇവിടുത്തെ പ്രബുദ്ധരായ നഗരത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രഖ്യാപിക്കാനുള്ള സീറ്റുകൾ കൊച്ചി മേഖലയിലുണ്ട്. അവിടെയും വലിയ രീതിയിൽ സ്വീപ്പിംഗ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒരു ദിശാസൂചികയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്? തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ട്രെൻഡാണ് കോൺഗ്രസിനും UDFനും ഉള്ളത് എന്നതിന്റെ ലക്ഷണമാണ്. വലിയ സജീവമായി പരിഗണിക്കുന്ന പേരാണ് മേയർ സ്ഥാനത്തേക്ക് ദീപ്തിയുടേത്. എങ്ങനെയാണ്? വലിയ ഭൂരിപക്ഷം ജനങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് എന്റെ ഡിവിഷനിൽ 1086 വോട്ടിന്റെ ഭൂരിപക്ഷം ജനങ്ങൾ തന്നു. അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ബാക്കിയെല്ലാം പാർട്ടി തീരുമാനിക്കും. തീർച്ചയായും വലിയ മെജോറിറ്റി 1000-ലധികം ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് എന്നതാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത്. ഇടതുപക്ഷത്തിന് എന്താണ് സംഭവിക്കുന്നത്? കോർപ്പറേഷനുകൾ എന്തുകൊണ്ട് ഇത്ര വലിയ തിരിച്ചടി സംഭവിക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. 45 കൊല്ലമായിട്ട് കയ്യിൽ വെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പോകുന്ന സാഹചര്യം, കൊച്ചി തിരികെ പിടിക്കുന്നു UDF എന്നുള്ളൊരു സാഹചര്യം, LDFിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കൊല്ലത്ത് പാളുന്നു എന്നുള്ളൊരു സാഹചര്യം. ഏത് തരത്തിലാണ് അഭിലാഷ് ആകപ്പാട് ആശ്വസിച്ച് പറയാനുള്ളത്? പാലക്കാടൊക്കെ ഒരുപക്ഷെ വലിയ ശക്തി NDAയുടെ ശക്തി കേന്ദ്രമായ പാലക്കാടൊക്കെ BJPക്കും ഇതുപോലെ ചില കാലിടർച്ചയൊക്കെ സംഭവിക്കുന്നുണ്ട്.